സർവസംശയച്ഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ആത്മോപദേശ ശതകത്തിലെ 6ാമത്തെ പദ്യമാണ്. ആദ്യം ആ പദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, പുണരേണമെന്നിവണ്ണം അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പ്രധാനമായി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ പദ്യത്തിൽ ഗുരുദേവൻ പ്രതിപാദിക്കുന്നത്. ഉണരണം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ട് ഉണരണം, ഇനി ഉറങ്ങണം. ഉണർന്ന് കുറേ നേരം കർമ്മങ്ങളിൽ വ്യാപരിച്ചാൽ പിന്നെ ക്ഷീണമായി ഉറങ്ങണം, ഉണരണം. ഇതിൻ്റെ ഇടയ്ക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ മലമൂത്രങ്ങൾ വിസർജിക്കുകയും വേണം. ഇതുകൂടാതെ ദാമ്പത്യ ബന്ധം, അതും മനുഷ്യരുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം. ഉണരണം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ട് ഉണരണം. ഉറങ്ങാതെ ഉണരാൻ പറ്റില്ലല്ലോ. ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഉണരുക. ഉണർന്നിട്ട് പലതരം കർമ്മങ്ങൾ ചെയ്യും. അപ്പോൾ ശരീരം ക്ഷീണിക്കും, പിന്നെ ഉറങ്ങണം എന്നായി. രാത്രി കിടക്കുമ്പോൾ രാവിലെ ഉണരണം. ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വീണ്ടും ഉറങ്ങാൻ സമയമാകുമ്പോൾ ഉറങ്ങിയിട്ട് ഉണരണം. ഇതാണ് പ്രധാനമായി എല്ലാവരുടെയും ജീവിതത്തിലുള്ള 2 കർമ്മങ്ങൾ. ഉണരണം, ഇനി ഉറങ്ങണം. ഉറങ്ങിയിട്ട് ഉണരണം, വീണ്ടും ഉറങ്ങണം. ഭുജിച്ചീടണം അശനം. അശനം എന്ന് പറഞ്ഞാൽ ആഹാരം, ഭക്ഷണം എന്നർത്ഥം. ഭക്ഷണം ഭുജിക്കണം, ആഹാരം കഴിക്കണം. എല്ലാ ജീവികൾക്കും വിശപ്പ് എന്ന വികാരം ഉണ്ടല്ലോ. മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും വിശപ്പ് എന്നുള്ള വികാരം പൊതുവായതുകൊണ്ട് ആഹാരം കഴിക്കേണ്ടത് എല്ലാവരുടെയും ഒരാവശ്യമാണ്. പുണരേണമെന്നിവണ്ണം, പുണരേണം, ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടണം, ദാമ്പത്യ സുഖം അനുഭവിക്കണം. ഇതും എല്ലാ ജീവികൾക്കും പൊതുവാണ്. മൈഥുനം എന്ന് സംസ്കൃതത്തിൽ പറയും. സ്ത്രീ പുരുഷ ബന്ധം എന്നർത്ഥം, ശാരീരിക ബന്ധം. ഇങ്ങനെ മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, പുണരേണമെന്നിവണ്ണം. പുണരുക എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക എന്നാണ് അർത്ഥം. അത് മൈഥുന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. അണയും അനേക വികൽപ്പമാകയാൽ, പുണരേണം എന്ന് ഈ വണ്ണം അനേക വികൽപ്പം അണയും. പലതരം ചിന്തകൾ മനുഷ്യരുടെ ഉള്ളിൽ ആവർത്തിച്ച് പൊന്തും. അങ്ങനെ ചിന്തകൾ സദാ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് കൊണ്ട്, മഥനം ചെയ്യുന്നത് കൊണ്ട് ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. അണയും അനേക വികൽപ്പം എന്ന് പറഞ്ഞാൽ അനേക സങ്കല്പങ്ങൾ പൊന്തിമറയും മനസ്സിൽ. ആ അവസ്ഥയിൽ ഈ സങ്കല്പ വലയത്തിൽപ്പെട്ടുഴലുന്നത് നിമിത്തം ആരുണരുവത്, ആരാണ് സത്യം കണ്ട് ഉണരുക, ആർക്ക് ഈ സത്യത്തെ, അതിസൂക്ഷ്മമായ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും? അപൂർവം ചില ഭാഗ്യവാന്മാർ, പുണ്യാത്മാക്കൾ, അവർക്ക് മാത്രമേ ആത്മജ്ഞാനം നേടാൻ കഴിയൂ. ആത്മജ്ഞാനം നേടാനായി പരിശ്രമിക്കുന്ന പലരും ഉണ്ടാവാം. പക്ഷേ ആത്മാവിനെ വേണ്ടവണ്ണം സാക്ഷാത്കരിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ആരുണരുവത് എന്നുള്ളതിന് സത്യം കണ്ടുണരാൻ ആർക്ക് കഴിയും എന്നാണ് ബാലകൃഷ്ണൻ നായർ സാറ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഉള്ള എന്ന് പറഞ്ഞാൽ ചിത്തത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി. ഉള്ളൊരു നിർവികാര രൂപം, ഉള്ള ഒരവസ്ഥയാണ് ആത്മസ്ഥിതി. അല്ലെങ്കിൽ മനസ്സ് എന്ന പേരിൽ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ തന്നെ മറ്റൊരു പ്രകടനമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളം, തമിഴിൽ ഉള്ളം എന്നാണ് പറയുന്നത്. അയാളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്താണ് എന്നറിയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എന്നുള്ളതിന് ചിത്തത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി, ഒരു നിർവികാര രൂപം. അത് അതിശയകരമാം വണ്ണം നിർവികാരമാണ്.
ഒരു തരത്തിലുള്ള ബാധയും ഏൽക്കാത്തതാണ് ആത്മാവിൻ്റെ അടിത്തട്ടിൽ വർത്തിക്കുന്ന, അല്ല, മനസ്സിൻ്റെ അടിത്തട്ടിൽ വർത്തിക്കുന്ന ആത്മാസ്വരൂപം. ഉറങ്ങിയിട്ട് ഉണരണം, വീണ്ടും ഉറങ്ങണം, ആഹാരം കഴിക്കണം, ദാമ്പത്യ സുഖം അനുഭവിക്കണം എന്നിപ്രകാരം അനേക സങ്കല്പങ്ങൾ വന്നു ചേരും. മനുഷ്യ മനസ്സിൽ പൊന്തി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സങ്കല്പ വലയത്തിൽപ്പെട്ട് ഉഴലുന്നത് നിമിത്തം സത്യം കണ്ടുണരാൻ ആർക്ക് കഴിയും? അപൂർവം ചിലർക്ക് മാത്രമേ ഈ ആത്മാവിനെ വേണ്ടവണ്ണം അറിയാൻ കഴിയുന്നുള്ളൂ. ചിത്തത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി അതിശയകരമാം വണ്ണം നിർവികാരമാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ ഈ മനസ്സായി പ്രകടമാകുന്നത് വാസ്തവത്തിൽ ആത്മാവാണ്. ചിത്തിൻ്റെ ഒരു ഭാവമാണ് ചിത്തം. ചിത്ത എന്ന് പറഞ്ഞാൽ ബോധം, ആത്മാവ്, ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ ഒരു ശക്തി വിശേഷമാണ് ചലിക്കുന്ന മനസ്സ്. അപ്പോൾ ചിത്ത് താഴേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സ്വരൂപസ്ഥിതിയിൽ നിന്ന് അല്പം താഴോട്ട് വീഴുമ്പോൾ അതിനെ ചിത്തമെന്ന് പറയും. ആ ചിത്തത്തിൻ്റെ ചാഞ്ചല്യം ഇല്ലാതായാൽ അത് തന്നെ ചിത്തായി മാറും. ഇതിൽ ഉള്ളൊരു നിർവികാര രൂപം, ആ ഒരു വാക്യഭാഗത്തിന് മാത്രമേ ബാലകൃഷ്ണൻ നായർ സാറ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളൂ. ഉള്ളൊരു നിർവികാര രൂപം. മനുഷ്യജീവിതം ആവർത്തിക്കപ്പെടുന്ന സങ്കല്പങ്ങളുടെ ഒരു വലയത്തിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ തരം ചിന്തകളാണ് വീണ്ടും വീണ്ടും പൊന്തുന്നത്. അതിൽ പുതുമയൊന്നുമില്ല. ആവർത്തിക്കപ്പെടുന്ന സങ്കല്പങ്ങളുടെ ഒരു വലയത്തിൽ, അതൊരു വല പോലെ നമ്മെ ഗ്രസിച്ചിരിക്കുന്നു. അതിന് പുറത്ത് കടക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ വലയത്തിലാണ് മനുഷ്യജീവിതം നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉറങ്ങുക, ഉണരുക, ഉണ്ണുക, ദാമ്പത്യ സുഖം അനുഭവിക്കുക, ഇവയാണ് ആ സങ്കല്പ വലയം. പ്രധാനപ്പെട്ട 4 ചിത്തവൃത്തികളാണ് ഇവിടെ പറയുന്നത്. ഉറങ്ങുക, ഉണരുക, ഉണ്ണുക, ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുക. ഈ സങ്കല്പ വലയത്തെ ഭേദിക്കാൻ സാധാരണ ജീവന്മാർക്ക് കഴിയുന്നില്ല. ഏതാനും അടിസ്ഥാന സങ്കല്പങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് സകല കർമ്മചലനങ്ങളും എന്ന് ചിന്താശീലന്മാർക്ക് കാണാൻ പ്രയാസമില്ല. അടിസ്ഥാനപരമായ ചില സങ്കല്പങ്ങൾ, ചില ആഗ്രഹങ്ങൾ, അവയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് മനുഷ്യരുടെ സകല കർമ്മചലനങ്ങളും. അടിസ്ഥാനപരമായ ചില സങ്കല്പങ്ങളാണ് ഈ പറഞ്ഞ 4 എണ്ണം. ഉറങ്ങുക, ഉണരുക, ആഹാരം കഴിക്കുക, ദാമ്പത്യ സുഖാനുഭവിക്കുക. ഈ 4 മനുഷ്യരുടെ എല്ലാ കർമ്മചലനങ്ങളുടെയും പുറകിൽ ഉള്ളത് സുഖാന്വേഷണമാണ്. താൻ എങ്ങനെയെങ്കിലും സുഖമായിരിക്കണം, അല്ലെങ്കിൽ ശാന്തി അനുഭവിക്കണം, സ്വസ്ഥനായിരിക്കണം. അതാണ് ചലനങ്ങളുടെ പുറകിലുള്ള ഉദ്ദേശ്യം. പക്ഷേ യഥാർത്ഥ സുഖം അല്ലെങ്കിൽ ശാന്തി ആത്മാവിലാണ് എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് സുഖിക്കാൻ നോക്കുന്നു മനുഷ്യർ. എന്തിനാ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്? സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചാലേ നല്ല ഒരു ജോലി സമ്പാദിക്കാൻ പറ്റും. ആട്ടെ, എന്തിനാണ് നല്ല ഒരു ജോലി? നല്ല ഒരു ജോലി ഉണ്ടെങ്കിലേ നല്ല ഒരു വിവാഹബന്ധം കിട്ടുകയുള്ളൂ. പഠിക്കാത്ത 2ാം ക്ലാസ്സും കുസ്തിയുമായിട്ട് നടക്കുന്ന ഒരുവന് ആരാണ് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുക? അപ്പോൾ വിദ്യാഭ്യാസം അത് വളരെ അത്യാവശ്യമാണ്. അതെന്തിനെ എന്ന് ചോദിച്ചാൽ നല്ല ഒരു ജോലി സമ്പാദിക്കാൻ. ജോലി എന്തിനാണ് സമ്പാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ പണം ഉണ്ടാക്കാൻ, നല്ല ശമ്പളം കിട്ടും. എന്തിനാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലേ നല്ല ഒരു വിവാഹബന്ധം തരപ്പെടുകയുള്ളൂ. ശരി, വിവാഹം കഴിക്കുന്നത് കുട്ടികളും ഒക്കെ ആയിട്ട് സുഖമായി ജീവിക്കാം. അവസാനം കറങ്ങിത്തിരിഞ്ഞ് സുഖം എന്നുള്ള ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചേരുന്നു നമ്മുടെ സകല കർമ്മചലനങ്ങൾ. ഒരു ഉറുമ്പിഴയുന്നത് എന്തിന് എന്ന ചോദ്യം ചോദിച്ചിട്ട് ബാലകൃഷ്ണൻ നായർ സാറ് അതിന് ഉത്തരം കണ്ടെത്തും. ഉറുമ്പിന് ഇഴയാതിരിക്കാൻ പറ്റില്ല. ഇഴയാതിരുന്നാൽ അതിന് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഇഴയുന്നത് വഴി അത് സുഖത്തെയാണ് തേടുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ്. ഒരിടത്ത് എന്തുകൊണ്ട് നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റുന്നില്ല, അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ കുട്ടികളൊക്കെ വഴക്ക് പറയാറുണ്ട്, എടാ ഒരിടത്ത് ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കടാ എന്ന് പറയാറുണ്ട്. കാരണം ചാവല്യം, ചപലത, കർമ്മം, ചലനം എന്നെല്ലാം പറഞ്ഞാൽ മനസ്സിൻ്റെ ചപലതയാണ്. ദൃഢചിത്തന്മാർ അനങ്ങുകയില്ല.
അവർക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കർമ്മം ചെയ്യാതെ തന്നെ ആത്മസുഖം അനുഭവിക്കുന്നവരാണ് തത്വദർശികൾ. നമ്മൾ കർമ്മം ചെയ്ത് സുഖിക്കാൻ നോക്കുന്നു. കർമ്മം ചെയ്തിട്ട് സുഖം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുമില്ല. ഇപ്പോൾ വെറുതെ കർമ്മം ചെയ്യുന്നു, വ്യർത്ഥമായി കർമ്മം ചെയ്യുന്നു. കർമ്മത്തിൻ്റെ ഉദ്ദേശ്യം, അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയും ശാന്തിയും ഒക്കെയാണ്. അത് കർമ്മത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നുമില്ല. ഏതാനും അടിസ്ഥാന സങ്കല്പങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് തൃപ്തി നേടാൻ വേണ്ടിയാണ് മനുഷ്യരുടെ സകല കർമ്മചലനങ്ങളും എന്ന് ചിന്താശീലന്മാർ വ്യക്തമായി കാണുന്നു. എന്നാൽ ഈ അടിസ്ഥാന സങ്കല്പങ്ങൾ ഒരിക്കലും പൂർണ്ണമായി തൃപ്തിപ്പെട്ട് ഉപശമിക്കുന്നത് കാണുവാനുമില്ല. ഈ അടിസ്ഥാന സങ്കല്പങ്ങളെ പൂർത്തീകരിക്കാനാണ് കർമ്മചലനങ്ങൾ. പക്ഷേ ഈ അടിസ്ഥാന സങ്കല്പങ്ങൾ ഒരിക്കലും പൂർണ്ണതയെ പ്രാപിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഈ സങ്കല്പങ്ങൾ ഉള്ളിൽ പൊന്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകുന്നു. എന്നാണ് ഇതിനൊരു അറുതി സംഭവിക്കുക? നമ്മൾ അന്വേഷിക്കുന്ന ആ സുഖം അല്ലെങ്കിൽ ശാന്തി കിട്ടുന്നുമില്ല. എന്നാലും കർമ്മം ചെയ്ത് സുഖിക്കാം എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തുടർന്ന് കർമ്മം ചെയ്യുന്നു, സുഖമൊട്ട് കിട്ടുന്നുമില്ല. ഇങ്ങനെ പോകുന്നു മനുഷ്യ ജീവിതം. വസ്തുസ്ഥിതി എന്തെന്നറിയാത്ത അജ്ഞതയാണ് ഇതിന് കാരണം. വസ്തുസ്ഥിതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്താണ് സത്യമായിട്ടുള്ളത്? ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം, അഖണ്ഡ ബോധസ്വരൂപനായ ഭഗവാൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ കഴമ്പായിട്ടുള്ളത്. നാമരൂപങ്ങൾ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നവയാണ്. ഒരു കാര്യവുമില്ലാതെ അഖണ്ഡമായ ബോധതത്വത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന കാഴ്ചകളാണ് പ്രപഞ്ചം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിൽ എത്രയോ ജീവികൾ ജനിച്ചു മരിച്ചു കഴിഞ്ഞു, ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിമേൽ ജനിക്കുകയും ചെയ്യും. പക്ഷേ ഈ ജനന മരണങ്ങൾ, അതുപോലെ ആ രണ്ടിനും ഇടയ്ക്കുള്ള ജീവിതം, ഇതുകൊണ്ട് ജീവന്മാർ എന്തെങ്കിലും കാര്യമായി നേടുന്നുണ്ടോ? ഇല്ല. ജനിച്ചതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ജനിക്കാതിരുന്നാൽ ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഈ ജീവികൾ ഭൂമിയിൽ ജനിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരവില്ല. ജനിക്കുന്നതായി കാണപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ച ഒരു സത്യമാണ്. എന്തിനാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് യുക്തിയുക്തമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും സാധ്യമല്ല. അത് ആരുടെയും പോരായ്മയല്ല. ഇത് ഭ്രമമാണ്. ഈ ലോകം വാസ്തവമല്ല. സത്യവസ്തു ഒന്നു മാത്രമേ ഉള്ളൂ. അതാണ് ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ്, ആത്മാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ആ ഒന്നിൽ വെറുതെ പൊന്തി മറയുന്ന കഴമ്പില്ലാത്ത കാഴ്ചകളാണ് പ്രപഞ്ചം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സത്യം മനസ്സിലാക്കുന്നില്ല. ആ അവസ്ഥയാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. എല്ലാം ബ്രഹ്മമാണ് എന്ന സത്യം തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞത അല്ലെങ്കിൽ അവിദ്യ. ഒന്നിനു പുറകെ ഒന്നായി ചക്രഭ്രമണ രൂപത്തിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക സങ്കല്പങ്ങളിൽപ്പെട്ടുഴലുന്നത് കൊണ്ട് വസ്തുതത്വം ഒരിക്കലും ദൃഷ്ടിഗോചരമാകുന്നില്ല. സങ്കല്പങ്ങളിൽ പെട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് മനസ്സ് ചക്രം പോലെ ചുഴലുകയാണ്. അര സെക്കൻഡ് മനസ്സ് നിശ്ചലാവസ്ഥയെ പ്രാപിക്കുന്നില്ല. അങ്ങനെ സദാ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കല്പങ്ങളിൽ പെട്ട് ജീവന്മാർ ഉഴലുന്നു. അവർക്ക് വസ്തുതത്വം ഒരിക്കലും അറിയാൻ കഴിയുന്നില്ല. മനസ്സിൻ്റെ ചലനങ്ങൾ നിലയ്ക്കണം, മനസ്സ് നിശ്ചലമാകണം, സങ്കല്പങ്ങൾ ഉപശമിക്കണം. എന്നാൽ മാത്രമേ സങ്കല്പത്തിനപ്പുറത്തുള്ള നിശ്ചലമായ തത്വത്തെ നമുക്ക് വേണ്ടവണ്ണം അറിയാൻ കഴിയുകയുള്ളൂ. സദാ ചഞ്ചലമായ ചിത്തത്തിന് ഒരിക്കലും വസ്തു തെളിയുകയില്ല. വസ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവ്, ബ്രഹ്മം, യാഥാർത്ഥ്യം, പരമാർത്ഥം, ബ്രഹ്മം മാത്രമാണ് സത്തായിട്ടുള്ളത്. സത്ത് എന്ന് പറഞ്ഞാൽ സത്തിൻ്റെ ഭാവമാണ് സത്യം. സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ സ്വഭാവം എന്നാണ്. സത്സ്വരൂപമായിരിക്കുന്നത് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മമാണ്. അതിൻ്റെ സ്വരൂപം തന്നെയാണ് സത്യം. സത്ത് എന്നുള്ളതിന് കഴമ്പായിട്ടുള്ളത്
അല്ലെങ്കിൽ നശിക്കാത്തത് എന്നോ അർത്ഥമുണ്ട്. എന്നും നിലനിൽക്കുന്നത്, ഒരിക്കലും നാശത്തിന് വിധേയമാകാത്തതേതോ അതാണ് സത്ത്. ചിത്ത് എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ കഴിവുള്ളത്, അറിയാൻ കഴിവുള്ളത്, അതാണ് ചിത്ത്. അനുഭവിക്കാൻ കഴിവുള്ള ഒരൊറ്റ തത്വം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതിനെയാണ് ബോധം, ആത്മാവ്, ബ്രഹ്മം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ സത്ത്, ചിത്ത് അത് തന്നെയാണ് ആനന്ദം. അതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ സ്വരൂപ ലക്ഷണങ്ങളായി സച്ചിദാനന്ദങ്ങളെ വർണ്ണിക്കുന്നു. ആത്മാവ് നശിക്കാത്തതാണ്, അത് താനുണ്ടെന്ന് അറിയാൻ കഴിയുന്ന ഒന്നാണ്. താനുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ളവ ഉണ്ടെന്നറിയുന്നത്. തൻ്റെ ഉണ്മയെ അറിയാൻ കഴിയാത്ത ഒരുവന് മറ്റുള്ളവയുടെ ഉണ്മയെയും അറിയാൻ കഴിയുകയില്ല. ആദ്യം താനുണ്ട് എന്ന് അനുഭവിക്കണം. ഞാനുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും അനുഭവമാണ്. നമ്മൾ ഇന്നേ വരെ സംശയിക്കാത്ത ഒരൊറ്റ കാര്യം ഞാനുണ്ട് എന്നുള്ളതാണ്. ഞാനുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈശ്വരനുണ്ടോ ഇല്ലയോ? ഈശ്വരന്റെ അസ്തിത്വത്തെ നിങ്ങൾക്ക് സംശയിക്കാം, പിതൃക്കളുടെ അസ്തിത്വത്തെ സംശയിക്കാം, എന്തിനെ വേണമെങ്കിലും സംശയിക്കാം. തൻ്റെ അസ്തിത്വത്തെ ആർക്കും സംശയിക്കാൻ പറ്റില്ല. കാരണം അത് വ്യക്തമായ അനുഭവമാണ്. അനുഭവത്തിലുള്ള ഒന്നിനെ ആർക്ക് സംശയിക്കാൻ കഴിയും? അനുഭവത്തിൽ ഇല്ലാത്ത ഒന്നിനെയാണ് മനുഷ്യർ വിശ്വസിക്കുകയും സംശയിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. അതെൻ്റെ അനുഭവമാണ്. ഇതെൻ്റെ മാതാവ്, മറ്റേതെൻ്റെ പിതാവ്. അതെന്താണ്? വിശ്വാസമാണ്. അത് നമ്മുടെ അനുഭവത്തിലില്ല. പക്ഷെ ഞാനുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിഞ്ഞ അനുഭവമാണ്. ഞാനുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആരോടെങ്കിലും തിരക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സാറേ ഞാനുണ്ടോ ഇല്ലയോ ഒന്ന് പറഞ്ഞു തരാമോ, എനിക്കൊരു ചെറിയ സംശയം. അങ്ങനെ ആർക്ക് ഇന്നേ ഒരു സംശയം തോന്നിയിട്ടില്ല, ഇനി തോന്നാനുള്ള സാധ്യതയുമില്ല. കാരണം അത് അനുഭവമാണ്. അനുഭവത്തിലുള്ളതിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. അനുഭവത്തിൽ ഇല്ലാത്തതിനെ മാത്രമേ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ, സംശയിക്കേണ്ട കാര്യമുള്ളൂ. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ? ന്യായമായും നിങ്ങൾക്ക് സംശയിക്കാം. കാരണം നമ്മുടെ അനുഭവ മണ്ഡലത്തിലില്ല. ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ അസ്തിത്വത്തെ നമുക്ക് സംശയിക്കാം. ഇനി ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുകയുമാവാം. അവരെയാണ് ആസ്തികന്മാർ എന്ന് പറയുന്നത്. ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരാണ് നാസ്തികന്മാർ. ഈ ആസ്തികനും ശരി നാസ്തികനും ശരി രണ്ടുപേരും ഈശ്വരനെ കാണാതെ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന കൂട്ടരാണ്. അപ്പോൾ ഇവരുടെ സ്ഥിതി ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ആസ്തികൻ ദൈവത്തെ കാണാതെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നാസ്തികൻ ഇതേപോലെ ദൈവത്തെ കാണാതെ തന്നെ ഇല്ല എന്ന് നിഷേധിക്കുന്നു. ഈ രണ്ട് കൂട്ടരും ഈശ്വരാനുഭവം നേടാത്തവരാണ്. നമ്മൾ പറയുന്നത് വിശ്വാസികൾ, ഭക്തന്മാർ, അവരാണ് ശ്രേഷ്ഠന്മാർ എന്നാണ് നമ്മൾ പറയുന്നത്. ഈശ്വരനുണ്ട് എന്ന് അംഗീകരിക്കുന്നു, അവർ വിശ്വസിക്കുന്നു. വേറൊരു കൂട്ടർ അത് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവർ മോശക്കാരാണ് എന്ന് നമ്മൾ പറയുന്നു. ഈ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കൂട്ടർ ദൈവത്തെ അനുഭവിച്ചിട്ടില്ലല്ലോ. അതവരുടെ ഒരു വിശ്വാസമായി മാത്രമല്ലേ അവശേഷിക്കുന്നുള്ളൂ. മറ്റേയാൾ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഇല്ല എന്ന് നിഷേധിക്കുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരാൾക്ക് ദൈവം ഉണ്ട് എന്ന് തോന്നുന്നു, മറ്റൊരാൾ അത് ഇല്ലാത്ത ഒന്നാണ് എന്ന് കരുതുന്നു. രണ്ടുപേരുടെയും സ്ഥിതി ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ആരാണ് കേമൻ എന്ന് ചോദിച്ചാൽ ഈശ്വരാനുഭവം നേടിയവൻ, സത്യദർശികൾ, ആത്മജ്ഞാനികൾ, അവരാണ് വാസ്തവത്തിൽ കേമന്മാർ. അവർ ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു. അതാണ് അവരുടെ മഹത്വം. ഇപ്പോൾ അനുഭവം നേടാത്തിടത്തോളം കാലം വിശ്വസിക്കുകയെ നിവർത്തി. നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഇല്ലാത്തത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഇല്ലാത്ത കോടിക്കണക്കിന് പദാർത്ഥങ്ങളോ വ്യക്തികളോ ജീവജാലങ്ങളോ ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ നമ്മൾ നിഷേധിക്കുമോ? നമുക്കറിഞ്ഞുകൂടാത്ത മറ്റേതെങ്കിലും ഗ്രഹത്തിൽ കഴിയുന്ന ജീവികൾ നമ്മളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അതുപോലെയല്ലേ ഇവിടെയുള്ള ഭൂവാസികളായ മനുഷ്യർ. മറ്റ് ഗ്രഹങ്ങളിൽ ജീവികളില്ല, ദേവന്മാർ, അസുരന്മാർ തുടങ്ങിയവരാരുമില്ല, മറ്റൊരിടത്തും ജീവനില്ല, നമ്മുടെ കൊച്ചു ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് വിചാരിക്കുന്നത് എത്ര വിഡ്ഢിത്തമാണ്. അനന്തമാണ് ഈ പ്രപഞ്ചം. ഇവിടെ എന്ത് വേണമെങ്കിലും ഉണ്ടാകാം.
നമ്മുടെ ഭൂമിയെ കുറിച്ച് തന്നെ നമുക്ക് വേണ്ടവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗരയൂഥത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ തുലവും പരിമിതമാണ്. അങ്ങനെയുള്ള നമുക്ക് പ്രപഞ്ചത്തിൻ്റെ മറ്റു കോണിൽ ഒന്നുമില്ല, നമ്മുടെ ഭൂമിയും സൗരയൂഥവും മാത്രമേ ഇവിടെയുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇതിൽ പരം വെട്ടിത്തം വേറെന്തുണ്ട്? അതുകൊണ്ട് നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആപ്തന്മാരുടെ വാക്ക് വിശ്വസിക്കുക. ആരാണ് ഈ ആപ്തൻ? കണ്ടെത്തിയവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സത്യത്തെ അനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ചവർ, സത്യാനുഭവം നേടിയവർ, അവരാണ് ആപ്തന്മാർ. അവരുടെ വാക്കുകളെ മാത്രമേ നാം വിശ്വസിക്കാവൂ. മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് കഥയില്ല. കാരണം അവർ കാണാത്ത, അനുഭവിക്കാത്ത ഒന്നിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നിനെ കാണാതെ, അനുഭവിക്കാതെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? അതുകൊണ്ട് ആപ്തന്മാർ, തത്വദർശികൾ, സത്യം കണ്ടെത്തിയവർ, അവരുടെ വാക്ക് വേണം നാം ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ചഞ്ചലമായ മനസ്സോട് കൂടിയവർക്ക് അചഞ്ചലമായ സത്യത്തെ അറിയാനോ അനുഭവിക്കാനോ സാധ്യമല്ല. സദാ ചഞ്ചലമായ ചിത്തത്തിന് ഒരിക്കലും വസ്തു തെളിയുകയില്ല. വസ്തു എന്ന് പറഞ്ഞാൽ ആത്മാവ്, ബ്രഹ്മം എന്നാണ് അർത്ഥം. അത് വെളിപ്പെടുത്താനാണ് അനേക വികല്പമാകയാൽ ആരുണരുവത് എന്ന് ഗുരുദേവൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സ് അനേകം വികല്പങ്ങൾ, വികല്പം എന്ന് പറഞ്ഞാൽ സംശയം എന്നാണ് അർത്ഥം. പലതരം സംശയങ്ങളിൽപ്പെട്ട് ഉഴലുന്ന, ഉണ്ടെന്നോ ഇല്ലെന്നോ തീരുമാനിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളിൽ മനസ്സ് ഉഴലുകയാണ്. അങ്ങനെ അനേക വികല്പങ്ങളാൽ ഭ്രമിക്കുന്ന മനസ്സ് എങ്ങനെയാണ് സത്യത്തെ കണ്ടെത്തുക? എന്നാൽ ഈ വികല്പങ്ങൾ അജ്ഞത നിമിത്തം കൃത്രിമമായി വന്നു ചേരുന്നവയാണ്. യഥാർത്ഥത്തിൽ സംശയങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനമില്ല. സത്യത്തെ അറിയാത്തത് കൊണ്ടാണ്. സത്യത്തെ അറിയാതിരിക്കുന്ന അവസ്ഥ തന്നെയാണ് അജ്ഞത എന്ന് പറയുന്നത്. ആ അജ്ഞതയാണ് സംശയ രൂപത്തിൽ പൊന്തുന്നത്. അത് നമ്മുടെ സ്വരൂപത്തിലില്ല. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സംശയങ്ങൾ പൊന്തുകയില്ല. മനസ്സിലാണ് സംശയങ്ങൾ പൊന്തുന്നത്. ആ മനസ്സിലാണ് അവിദ്യയും കുടികൊള്ളുന്നത്. അവിദ്യ തന്നെയാണ് സംശയരൂപത്തിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് ആത്മതത്വത്തിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ല. ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥയായ അവിദ്യ അല്ലെങ്കിൽ അജ്ഞത ഏത് മനസ്സിലാണോ ബാക്കി നിൽക്കുന്നത്, ആ മനസ്സാണ് ഓരോന്നിനെയും സംശയിക്കുന്നത്. സത്യസ്ഥിതി തെളിയുന്ന ചിത്തത്തിൻ്റെ യഥാർത്ഥ രൂപം ആനന്ദഘനമായ ബോധം തന്നെയാണ്. സത്യസ്ഥിതി അല്ലെങ്കിൽ വസ്തുസ്ഥിതി, അതായത് ആത്മാവ് എന്താണ് എന്നുള്ള കാര്യത്തെ ഒരാൾ അറിയുമ്പോൾ അത് ആനന്ദഘനമായ ബോധമാണ് എന്ന് അയാൾക്ക് മനസ്സിലാകും. ആനന്ദഘനം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നത് ഈ ആനന്ദത്തെയാണ്. സുഖം, ശാന്തി, സ്വസ്ഥത, ആനന്ദം, തൃപ്തി, ഇതെല്ലാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ നിറവാണ്. തൃപ്തി, ഇനി ഒന്നും വേണ്ട, ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തു, ആർക്കും ഒന്നും കൊടുക്കാനുമില്ല, ആരിൽ നിന്നും ഒന്നും കിട്ടാനുമില്ല. അങ്ങനെ മനസ്സ് പരിപൂർണ തൃപ്തി അനുഭവിക്കുന്നത് ആത്മാവിനെ കണ്ടെത്തുമ്പോൾ മാത്രമാണ്. കാരണം ഇവിടെ കൊടുക്കാനോ വാങ്ങാനോ ഒന്നുമില്ല. ആ ഒരു ആത്മതത്വം മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളൂ. കൊടുക്കാനും വാങ്ങാനും കുറഞ്ഞ പക്ഷം രണ്ടെണ്ണം വേണം. കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ. ഞാൻ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നവനായ ഞാനും ഉണ്ടാവണം, എന്നിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കുന്ന മറ്റൊരുവനും ഉണ്ടാവണം. ഒന്നേ ഉള്ളുവെങ്കിൽ അവിടെ എന്ത് കൊടുക്കൽ വാങ്ങലുകളാണ്? ഒരേ ഒരു ആത്മതത്വം, അത് ആനന്ദഘനവുമാണ്. കട്ടിപിടിച്ച ശാന്തിയാണ് ആത്മാവ് എന്നറിയപ്പെടുന്നത്. ശാന്തി സമൃദ്ധമൃതം, അമരമായതാണ് ഈ ആത്മതത്വം. അത് ഘനീഭവിച്ച ശാന്തിയല്ലാതെ മറ്റൊന്നുമില്ല. നിറഞ്ഞ സുഖം, സാന്ദ്രമായ ഘനീഭവിച്ച സുഖം, അതാണ് ആത്മതത്വം, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അത് നിശ്ചലവും നിർവികാരവുമാണ്. അത് അനങ്ങുന്നില്ല. ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും അത് വിധേയമാകുന്നില്ല. നിർവികാരമായ സത്യമാണ്. ഉള്ളൊരു നിർവികാര രൂപം എന്ന ഈ കൊച്ചു മലയാള വാക്യത്തിൽ
ഗുരുദേവൻ അത്യുജ്വലമായ ഒരു പരമസത്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പച്ച മലയാളം, നിർവികാരം രൂപം എന്നുള്ളതൊക്കെ സംസ്കൃതമാണെങ്കിലും വളരെ ലളിതമായ ഒരു മലയാള വാക്യമാണ് ഉള്ളൊരു നിർവികാര രൂപം. അത്യുജ്വലമായ പരമസത്യത്തെയാണ് ഈ ചെറിയ വാക്യം കൊണ്ട് ഗുരുദേവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉള്ള, അതായത് ചിത്തം, മനസ്സ് ഒരു നിർവികാര സത്യമാണ് എന്നത്രേ ഈ വാക്യത്തിൻ്റെ അർത്ഥം. മനസ്സ് സദാ ചഞ്ചലമാണ്. പക്ഷേ ഈ മനസ്സായി പ്രകടമാകുന്നത് അചഞ്ചലമായ ആത്മതത്വമാണ്. ഈ കാര്യം നമ്മൾ ഗ്രഹിക്കണം, അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കണം. നിശ്ചലമായ ആത്മതത്വമാണ് ചലിക്കുന്ന മനസ്സെന്ന പോലെ കാണപ്പെടുന്നത്. മനസ്സ് എന്ന ഒന്ന് ആത്മാവിൽ നിന്ന് വേറിട്ടില്ല. നിശ്ചലതയിൽ ചലനം സാധ്യമല്ല. നിശ്ചലമായതിൽ എങ്ങനെയാണ് ചലനം തോന്നുക? എങ്ങനെ ചലനം പൊന്താൻ പറ്റും? പരസ്പര വിരുദ്ധങ്ങളാണ് ചലനവും നിശ്ചലതയും. ഇരുട്ടും വെളിച്ചവും പോലെ. ഇരുട്ടിൽ നിന്ന് വെളിച്ചമോ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടോ ഉണ്ടാവാൻ പറ്റില്ല. കാരണം പരസ്പര വിരുദ്ധങ്ങളാണ് ഈ രണ്ടും. അതുപോലെ നിശ്ചലമായ ആത്മതത്വത്തിൽ നിന്ന് ചലനാത്മകമായ ഒരു മനസ്സ് യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ ഉള്ളതുപോലെ കാണപ്പെടുന്നതിന് വിരോധം. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽപ്പരപ്പാണ് മരുഭൂമി. അതിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം ഒരു വെയിലത്ത് വെള്ളം മുഴുവൻ ആവിയായി പോവും, ബാഷ്പമായി പോവും. അങ്ങനെയുള്ള ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ അഥവാ മരുഭൂമിയിൽ ഒരു വലിയ ജലാശയം തിരയടിക്കുന്നത് പോലെ തോന്നുന്നു. ഭ്രമമെന്ന് തീരുമാനിക്കുക. അതിനുള്ള ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ? മരുഭൂമിയിൽ വെള്ളം ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ മരുഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ ഒരല്പം ദൂരെയായി വെള്ളം അലയടിക്കുന്നത് പോലെ തോന്നുന്നു. അതിനെയാണ് നമ്മൾ കാനൽ ജലം എന്ന് പറയുന്നത്. പേരിൽ മാത്രമേ ജലമുള്ളൂ. മരുഭൂമിയിൽ ആ തോന്നുന്ന കാനൽ ജലത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ചോദിക്കാം. വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് വെള്ളത്തിന്റെ തോന്നൽ എന്തുകൊണ്ടുണ്ടാവുന്നു? തോന്നലിന് എന്തെങ്കിലും യുക്തിയുണ്ടോ? തോന്നലിന് ആർക്കെങ്കിലും വിശദീകരണം നൽകാൻ പറ്റുമോ? എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവുന്നു. ഞാൻ പറയുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നു, എൻ്റെ മനസ്സിന് അങ്ങനെ തോന്നുന്നു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോന്ന് തോന്നും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതാത് മനസ്സിൻ്റെ സ്വഭാവം. ചിലർ സംശയരോഗികളാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സംശയമാണ്. കുട്ടികളെ സംശയം, ഭാര്യയെ സംശയം, ലോകത്തിലുള്ള സകല മനുഷ്യരെയും സംശയമാണ്. അതൊരു മനോരോഗമാണ്, സംശയരോഗം. അങ്ങനെയുള്ളവരുടെ കൂടെ കുടുംബം നടത്തുന്നത് വലിയ പ്രയാസമാണ്. സ്ത്രീകളാണ് ഈ സംശയരോഗികളുടെ ഒപ്പം ജീവിച്ചുകൊണ്ട് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. കാണാൻ സുന്ദരൻ സുമുഖൻ IAS ഓഫീസറായിരിക്കും, എല്ലാറ്റിനെയും സംശയം. ഓഫീസിൽ പോയിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്യും. ഫോൺ എടുക്കുമ്പോൾ നീ ആയിരുന്നോ, നീ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതെന്താണ്? അയാൾക്ക് അയാളുടെ ഭാര്യ വിശ്വാസമില്ല. ആ സ്ത്രീക്ക് പരപുരുഷനുമായി ബന്ധമുണ്ടോ എന്ന് അയാൾ സംശയിക്കുന്നത് കൊണ്ടല്ലേ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുന്നത്. മൊബൈലിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും. തുടരെ മൊബൈലിൽ വിളിച്ചിട്ട് നീ എവിടെയായിരുന്നു, എത്ര നേരമായിട്ട് വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തത്? അല്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഈ സംശയ രോഗിയുണ്ടോ അതൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സംശയം മനസ്സിൻ്റെ ഒരു രോഗമാണ്. മനസ്സിൻ്റെ രോഗത്തെയാണ് മനോരോഗം എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ചിലരെയെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കണം, എന്നാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഭാര്യ-ഭർത്തൃബന്ധം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ചുകൊണ്ടില്ല. എങ്ങനെ ആ കുടുംബജീവിതം ശോഭനമാകും?